പൊടി മക്കളാണ്. മസ്റൂമോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. മസ്റൂറാക്ക് എത്ര വാപ്പയുണ്ട്? മോൾ ആരെയാണ് വാപ്പച്ചിന്ന് വിളിച്ചിട്ടുള്ളത്? വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തം മക്കളോട് തൻ്റെ വാപ്പ ആരാണ്, തൻ്റെ വാപ്പാനെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ, താൻ ആരെയാണ് വാപ്പ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കണ ഒരു ഉമ്മൻ്റെ ഒരു നിവൃത്തികേടെന്ന് ആലോചിച്ച് നോക്കി അല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ നെജ്ലാൻ അല്ലേ, മഷൂറ ഫാത്തിമ, അവർക്ക് ഒരുപാട് കമൻറ്റും കാര്യങ്ങളും അവരെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ട്രോളും കാര്യങ്ങളും ഉണ്ടാക്കുക. ട്രോളല്ല, റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ വാപ്പ ആരാണെന്നുള്ള നാട്ടുകാർക്ക് അറിയണം. അതേമാതിരി ഇതുവരെ അവർ ഹസ്ബൻഡിനെ പറ്റി ഹസ്ബൻഡിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊന്നും വീഡിയോസിൽ ചെയ്യാത്തൊരു വ്യക്തിയാണ് നജില. പക്ഷേ ഈ മക്കളെ പറ്റി പറയുമ്പോൾ ഈ മക്കൾ സ്കൂളിൽ പോണ മക്കൾ, നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി നടക്കേണ്ട മക്കളാണ്. അപ്പോൾ ഈ മക്കളെ പറ്റി പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. മക്കളെ പറ്റി ചോദിക്കുമ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. നാളെ ഈ മക്കൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അവരെ വേദന. ഈ കമൻറ്റ് പറഞ്ഞാൽ പബ്ലിക്കാണ്, പ്രൈവറ്റ് അല്ല, എല്ലാവരും കാണും, സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ഈ കമൻറ്റ് എഴുതി പിടിപ്പിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് ഈ പാവത്തിനെ വെറുതെ ദ്രോഹിക്കുന്നത്? അത് അതിൻ്റെ പാട്ടിനെ ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഭർത്താവ് ആര്, അതേമാതിരി ഭർത്താവിൻ്റെ ഫോട്ടോ എവിടെ, ഭർത്താവില്ലേ, അതാണ് 4 കെട്ടി 5 കെട്ടി, പല കമൻറ്റുമായിട്ടും അവരതിൽ ചില ആൾക്കാർ. പക്ഷേ എന്നാൽ ചില ആൾക്കാർ നല്ല സപ്പോർട്ടായിട്ട് നല്ല സ്നേഹത്തോടെയും ഒരുപാട് കമൻറ്റും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്, ഒരുപാട് സഹായവും കാര്യങ്ങളും അതും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ വാക്കും കാര്യങ്ങളോടും നജില പ്രതികരിക്കണ കുറച്ച് വാക്കുണ്ട്. സ്വന്തം മകളോട് ചോദിക്കണ ചോദ്യങ്ങളാണ്, കണ്ടോക്കി. മക്കളെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ വൈകിട്ട് പിടിക്കുന്ന വീഡിയോ ആണ്. പിന്നെ ഇതൊന്നും അല്ല വീഡിയോയിൽ പറയണ. ഉമ്മച്ചി ഇന്ന് 550 രൂപ പാലാണ് ഇന്ന് എടുത്തത്. ഇന്നലെയൊക്കെ 400 എടുത്തത്. ഇന്നലെ പണിയില്ലായിരുന്നു, മെനിയാന്ന് 400 രൂപയാണ്. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഒന്നും വൃത്തിയാക്കി ഒന്നുമില്ല. ഇനി വേണം എല്ലാം കുളിക്കാനും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇത്രയും ഇപ്പോഴത്തെ വെയിലറിയാലോ നിങ്ങൾക്ക്. എൻ്റെ ജീവിതം മൊത്തം ഇതിനകത്തുണ്ട്. 1 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. പഴയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാം. പിന്നെ ഞാൻ മസ്റൂമോളുടെ അടുത്ത്, ബാക്കി 2 പൊടി മക്കളാണ്, മസ്റൂമോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. മസ്റൂറാക്ക് എത്ര വാപ്പയുണ്ട്? മോൾ ആരെയാണ് വാപ്പച്ചിന്ന് വിളിച്ചിട്ടുള്ളത്? ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് വാപ്പ എന്ന് വിളിച്ചിട്ടുള്ളത്. പിന്നെ മസ്റൂമോള്, ഞാൻ ജന്മം നൽകിയ എൻ്റെ മക്കളാണ്. ഞാൻ ഇതുവരെയും ഒരു വാപ്പ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? പലരും ചോദിച്ചു ഭർത്താവിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യുന്നു, കാണിച്ചിട്ടുണ്ടോ? ഇല്ല. മോള് സ്കൂളിൽ അനുഭവിച്ച വേദന, വാപ്പ ഇല്ലാത്ത കുട്ടിയെന്ന് അനുഭവിച്ച വേദന 3ാം ക്ലാസ്സിൽ ഞാൻ അനുഭവിച്ച് ഒരുപാട് ഇവിടെ വന്ന് കരഞ്ഞതാണ്. നിങ്ങൾക്കറിയാമോ? വാപ്പ ഇല്ലെങ്കിൽ എന്താ, വാപ്പ ഇല്ലാത്തതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ വാപ്പമാർ ഇസ്ലാമിന് വിരുദ്ധമായി, അതായത് മദ്യപാനവും അടിയും, ഇന്നീ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടിയുള്ള പല സ്റ്റേജുകളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ ബന്ധം തീർന്നപ്പോഴത്തേക്ക് ഡിസംബറിലാണ്, മാർച്ചിലാണ് ഇവിടെ നിൽക്കുക ഗൾഫിൽ പോണത്. മസ്റൂമോളെ കേക്ക് മുറിക്കുന്നത് 30-ാം തീയതി. എന്നിട്ട് വാപ്പച്ചി ഗൾഫിൽ കയറി പോയപ്പോഴത്തേക്ക് ഈ 1 മാസം കറക്റ്റ് പൈസയും കടവും മറിച്ചാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ വാപ്പ ഇതുപോലെ അവിഹിതം കാണിച്ച് ഞാനിങ്ങനെ ആയി, പിന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞ സമയങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മസ്റൂമോളെ തൊട്ടിലിൻ്റെ കയറിൽ കെട്ടിത്തൂക്കി. അന്ന് എൻ്റെ പൊടി കിടന്ന കഴിഞ്ഞ്, എന്നിട്ട് വിറയിൽ വന്ന് കാലിക്കൂടെ വായിന്നൊക്കെ വിട്ടല്. ഞാൻ പറഞ്ഞു നമുക്ക് മരിക്കാൻ മക്കളെ, കാരണം വേറെ വഴിയില്ല എന്നെ കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ 3 മക്കൾ, ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട നിവർത്തില്ല. ഇവന് 1 വയസ്സേ ഉള്ളൂ പൊടിക്ക്. അങ്ങനെ എന്തിരുതെന്നറിയാമോ, അപ്പോഴും തന്നെ എനിക്ക് മൈൻഡ് നേരെയായി. ഞാൻ അപ്പോൾ തന്നെ മോളെ അഴിച്ചിറക്കി ആ നിമിഷം തന്നെ ആട്ട ഒളിച്ച് ഇവിടെ വന്നു. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഇവിടം വരെ എത്തിയതാണ്. കാരണം ജീവിക്കാൻ നിവർത്തിയില്ല, സമാധാനമില്ല. പൊടി മോൻ, പാല് കൊടുക്കുന്ന മോൻ, ഭക്ഷണം കഴിച്ചാലല്ലേ അതിന് പാല് കൊടുക്കാൻ പറ്റുള്ളൂ. 1 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലേ എന്താണെന്ന്. മസ്റൂമോള്, ഞാൻ ഈ കഷ്ടപ്പാടിനുള്ളിൽ ഈ മക്കളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ അനാഥാലയത്തിലോ വേറെ എവിടെയെങ്കിലും ഞാൻ കൊണ്ട് കളഞ്ഞാൽ, എൻ്റെ ഉദരത്തിൽ ജനിച്ചു എന്നൊരു ഇതേ ഉള്ളൂ. എൻ്റെ കടമയിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ ഒരു മസ്റൂമോൾക്ക് ഒരു വാപ്പയുണ്ടെങ്കിൽ 9ാമത്തെ വയസ്സാണ് മസ്റൂമോൾക്ക്. ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മുത്തുമോനിക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്തിയെ, എവിടെ പോയി? ബിഹേവിയറിൻ്റെ അന്ന് രാവിലെ 1000 രൂപ വീതം എനിക്ക് അയച്ചു തരും. മോനെ കൊണ്ടുപോയിട്ട് വാ. മക്കളെ വീഡിയോ കോൾ വിളിക്കും. ഇപ്പം മരിച്ചിട്ട് 4 മാസങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയെങ്കിലും മക്കളെ വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. പെരുന്നാളിന് പൈസ അയച്ചുമായിരുന്നു. അങ്ങനെ ഒരു തന്ത ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നേ കഷ്ടപ്പെടേണ്ടുന്ന ഒരവസ്ഥ വരില്ലായിരുന്നു. ഞാൻ 4 മക്കളെ ജന്മം നൽകി, 3 പേർ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കടമയാണ് എൻ്റെ മക്കളാ. ഇനി എത്ര തന്ത, ഞാൻ എത്ര കുഞ്ഞുങ്ങളെയോ ജന്മം നൽകട്ടെ, എൻ്റെ മക്കൾ എപ്പോഴും ഹലാലിലുള്ള മക്കളാണ്. പിന്നെ എൻ്റെ മക്കളെ വാപ്പാനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുതരാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും ഉണ്ട് ഒരേ ജീവിതത്തിൽ ഒരേ പരാതി. ഞാൻ ഇതുവരെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ അങ്ങനെ? ഇതുവരെയെങ്കിലും നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. അപ്പോൾ ഇനി ഒരു കാര്യമുണ്ട്, ഒരു വിവാഹ ജീവിതം എനിക്ക് വന്നാലും ശരിയാണ്. അദ്ദേഹം പറയും എൻ്റെ ലൈഫ് എന്തായാലും ഒളിച്ചും പാത്തും അല്ലല്ലോ നമ്മൾ കെട്ടിക്കുന്ന.
അല്ലെങ്കിൽ ഇനി എനിക്ക് കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതാ 9 വയസ്സുള്ള മകളാണ് എൻ്റെ മുമ്പ് ഇരിക്കുന്നത്. ഈ മകളെയൊക്കെ മുമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനേ, എൻ്റെ മക്കളെ സ്കൂളിലൊക്കെ ഇത് കാണുന്നതാണ്, ചോദിക്കാൻ ഒത്തിരിയെങ്കിലും കുടുംബത്തൊന്ന് പിറക്കണം. എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അവരൊക്കെ വീട്ടിൽ ഇതിൽ നിന്നും വലിയ ഫോൾട്ടുകളാണ്. എനിക്ക് ഒരു ഫോൾട്ടും ഇല്ല. എൻ്റെ മക്കൾ എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ എൻ്റെ മസറൂറാക്ക് ഒരു വാപ്പ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാപ്പാരെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ചിലവിന് കൊടുത്തേനാ. എത്രയായാലും ഒരു ഭാര്യയ്ക്ക് 3 തലാക്കിലേ ബന്ധം കഴിയുള്ളൂ. പക്ഷേ എൻ്റെ മക്കളെ ഉപ്പ, ആ പേര് കേൾക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? വാപ്പാരെ പേര് പറയാൻ മസറൂമോളെ കണ്ട ഇഷ്ടമാണ്. മക്കളെ ആരെയാണ് വാപ്പച്ചിന്ന് വിളിച്ചതെന്ന് പറഞ്ഞു വിടുക. 3 വാപ്പ ഉണ്ടായാലും 4 വാപ്പ ഉണ്ടായാലും എൻ്റെ മക്കൾ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വാപ്പാന്ന് വിളിച്ചത്. നിങ്ങൾക്ക് എല്ലാവരും പറയാം ഊടായ്പാണ്, ഉളിപ്പാണ്. ഒരു വീടായതിലാണ് ആ കുറ്റം. ഇത്രയും നാൾ ഞാൻ കീറി പറഞ്ഞ തുണിയിട്ട് നടന്നു. ഇതെത്രയും എനിക്കൊരു വീടായതാണോ തെറ്റ്? അതേ ഞാൻ നല്ലോണമൊക്കെ ഇരിക്കുന്നുണ്ടോ? സെറ്റിയായി ബാക്കിയായി എൻ്റെ ജമാഅത്ത് ബാക്കി കാര്യം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും എല്ലാം ആറടി മണ്ണി ജീവിക്കണ ഈ കണ്ടൻറ്റിന് വേണ്ടി, അതായത് കണ്ടൻറ്റിന് വേണ്ടി പലതും ചെയ്യുമ്പോഴേ ഞാൻ എടുത്തിട്ട് പ്രതികരിക്കാത്തൊരു കാര്യം എന്തെന്നറിയാമോ? എൻ്റെ പൊന്നു മക്കൾ നാളെ എന്തെന്നറിയാമോ? ഞാൻ ഇല്ലാണ്ടായി പോയാലും ഇവർ നന്നായിട്ട് വളരണം. ഇവർക്ക് ഞാനില്ലെങ്കിലുള്ള ഇവരെ അവസ്ഥകളൊന്നും അറിഞ്ഞിട്ടുണ്ടാ? മുത്തുമോനെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വൈകിപ്പോയി, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ്, പഠന വൈകല്യം വന്നുപോയി എന്ന് പറഞ്ഞ് ഞാൻ അവനെ അങ്ങനെ ഇട്ടേക്കില്ല. അങ്ങനെയുള്ളൊരു സ്കൂളിലാണ് ഞാൻ കുട്ടീനെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? ഞാൻ കളഞ്ഞിട്ടില്ല അവനാ. ഒരുപാട് പേര് പറഞ്ഞു നീ എത്തിക്കാനെ കൊണ്ടുവന്നാക്ക്. ഈ 4, 3, 5 വയസ്സൊക്കെ ഉള്ള ഞാൻ കുട്ടികളെ എങ്ങനെ ഞാൻ 27ാമത്തെ വയസ്സിൽ ഞാൻ പ്രാരാബ്ധത്തിൽ ഇറങ്ങിയതാണ്. നിങ്ങൾക്കറിയാമോ? പല തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, പല തവണ. ഉമ്മാരുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും, ഞാൻ ഇത്രയും കാലം വാടകയ്ക്ക് കിടന്ന് എന്തെന്നറിയാമോ? ആർക്കും ഒരു ശല്യമാവണ്ട എന്ന് കരുതി, ഉമ്മാക്കും വാപ്പാക്കും ആർക്കും ഒരു മടിപ്പ് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് ഈ മക്കളെ അണച്ചു പിടിച്ച് ചേർത്ത് കിടന്നത്. നിങ്ങൾക്കറിയാമോ? ഇന്നെനിക്കൊരു വീടായി. അപ്പോഴും ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ഈ മക്കൾ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ, നിങ്ങൾ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാപ്പാനെ ചൊല്ലിയിട്ട് മക്കളാ. ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ എല്ലാവരും മക്കളെ വാപ്പായ ഞാൻ ചോദിക്കുന്ന. അതെ, ആരെങ്കിലും കുറിച്ചിട്ട് ഞാൻ എടുത്തിട്ട് ബാഡായിട്ട് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന, എൻ്റെ ഒരു അടുക്കള, എൻ്റെ ഒരു വീട്, അല്ലെങ്കിൽ എൻ്റെ ഒരു വാടക വീട്, അല്ലെങ്കിൽ എൻ്റെ റബ്ബർ തോട്ട, ഞാൻ നടന്നു പോണത്. നിങ്ങൾ ഈ കരഞ്ഞ കണ്ണീരിന് കണക്കില്ല. ഞാൻ ഒരിക്കലും എൽമ പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ ആത്മഹത്യ ടെൻഡൻസി ഉള്ള ഒരാളല്ല. ഞാൻ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ ഈ മക്കളെ നോക്ക്, ഉമ്മാക്കും ഉപ്പാക്കും പകരം ഞാനാണ്. എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തലാഖൊന്നും പറയുന്ന 3 വാക്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഇസ്ലാമിൽ എഴുതപ്പെട്ട വാക്കുകളാണ്. ഇന്ന് 9 വയസ്സായി, അപ്പോഴാണ് മക്കളെ വാപ്പായ പറയണത്. ഇവർക്കൊക്കെ സ്കൂളുണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ എനിക്ക് എന്നെ 5 കെട്ടിക്കട്ടെ, 6 കെട്ടിക്കട്ടെ, എൻ്റെ റബ്ബ് തന്ന വിധിയല്ലേ. അപ്പോഴും ഞാൻ ക്ഷമിച്ച് തവക്കൽത്തു അലല്ലാ, അള്ളാഹുവിലോട്ട് ഞാൻ എല്ലാം അർപ്പിച്ചിരിക്കുകയാണ്. മകൻ മരിച്ച് ഞാൻ സഹിച്ച്, എൻ്റെ ബന്ധം തീർന്ന് ഞാൻ സഹിച്ച്, ഭർത്താവ് മരണപ്പെട്ട് ഞാൻ സഹിച്ച്, എനിക്കൊരു വീടായി. എന്നെ എന്ന് റബ്ബ് കരയിപ്പിക്കൂല. എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ മുറുകെ പിടിച്ചിട്ടുള്ളൂ സമൂഹത്തിൻ്റെ വാക്കിൽ നിന്ന്. നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ഒരു മക്കളെ ഉമ്മയാവാനെന്ന് പറഞ്ഞാൽ ഞാൻ ഭാഗ്യം ചെയ്തോളാണ്. 8-10 വർഷം മക്കൾ ജനിച്ചിട്ട് ഇപ്പം മൂത്ത മകനുണ്ടെന്ന് 11 വയസ്സായാല. ഞാൻ ആർക്കെങ്കിലും കൊടുത്ത എൻ്റെ മക്കളാ? ആരെങ്കിലും മുമ്പ് കൊണ്ടിട്ട് കൊടുത്താ? നിങ്ങൾ പറ. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. ഒരു നെജ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പല ജോലികൾ ചെയ്തിട്ടുണ്ട്, വീട്ടുപണി, കുഞ്ഞിനെ തോളിയിട്ടിട്ട് നൈറ്റി കച്ചവടം. എൻ്റെ മക്കളെ വളർത്താനാണ്, ആരെയും മുമ്പ് കയ്യിലിട്ടില്ല. ഈ ഒരു കിടപ്പാടത്തിന് വേണ്ടി ബാക്കി പണി തീർന്നപ്പോൾ അത് നല്ലവരായ കുറച്ച് ഇക്കായാണ് എന്നെ സഹായിച്ചേക്കുന്നത്. പിന്നെ മക്കൾക്ക് വേണ്ടി, ഈ മക്കൾ എത്തീമല്ല എന്ന് ഞാനും, എത്തീമാണോ എന്ന് ഞാനും പലരും പറയുന്നുണ്ട്. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ മക്കളെ എത്തീമായിട്ട് വളർത്താനല്ല നമ്മൾ ആൾ ആഗ്രഹിക്കണം. നമ്മൾ ഈ മക്കളെ എന്തിനാണ് അവർക്ക് ജന്മം നൽകി കൊടുക്കുന്നത്? ഉമ്മാരെയും ഉപ്പരെയും കൂടെ സന്തോഷത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവിടെ തന്നെ ഒരു എത്തീങ്ങാനിയുണ്ട്. അതിൽ വാപ്പ നഷ്ടപ്പെട്ട മക്കളുണ്ട്, മരണപ്പെട്ടതല്ല, കളഞ്ഞിട്ട് പോയത്. ആ മക്കൾ നമ്മൾ എത്തി മക്കൾ എന്നല്ലേ വിളിക്കുന്ന. എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ ജോലി ഭാരം കുറച്ച് കുറഞ്ഞേനെ എന്ന് വിചാരിക്കും ഞാൻ. എൻ്റെ പ്രാരാബ്ദം കുറച്ച് വീടാകുമ്പോൾ എനിക്ക് സമാധാനം. ഒരു നിലയ്ക്ക് പറ്റണില്ല. എനിക്കെന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ കുട്ടികൾക്ക് ആരുണ്ട് നിങ്ങൾ പറയും? നിങ്ങൾ നോക്കോ? ഈ കമൻറ്റ് എഴുതി പിടിപ്പിക്കുന്നവർ നോക്കോ? അല്ലെങ്കിൽ കുടുംബം പറ, നിങ്ങളെയൊക്കെ വീട്ടിലില്ലേ ഫോൾട്ടുകൾ? ഇല്ലേ? നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ വന്നത്. ഇതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടിയിട്ടും പോലുമില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഓരോരുത്തരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പൊന്നാ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മോളെ കൂടപ്പറപ്പ് എങ്ങനെയാണ്,
എൻ്റെ മസ്റുമോളൊക്കെ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലേ, നിങ്ങൾ നോക്ക്. ഇതൊക്കെ എല്ലാവരും കാണുന്നതാ. എൻ്റെ ഈ നാട്ടുമ്പുറം മൊത്തം ഉണ്ട് ഒരു 2K 3K സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾക്കറിയാമോ? ഉള്ളവർ സഹായിച്ചാൽ മതി. ആരുടെടുത്തെങ്കിലും പിടിച്ചു മേടിച്ചാൽ. ഉടുക്കുതുണി പോലും ഇല്ലാതിരുന്ന സമയങ്ങളുണ്ട്, കുളിച്ചിട്ട് മാറി ഉടുക്കാൻ ഇല്ലാത്ത സമയങ്ങൾ. നമ്മൾ വന്നിട്ട് ഇല്ലായ്മ പറയണമല്ല, എൻ്റെ ജീവിതമാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് എന്തേ മനുഷ്യരെ ഇത്ര ഇതില്ലേ? പൊടി മക്കളില്ലാത്ത എത്ര പേര് ദുഃഖിക്കണം. ആർക്കെങ്കിലും ഞാൻ കൊടുത്താ, അല്ലെങ്കിൽ ഇതാണ് നിൻ്റെ വാപ്പ, നീ നോക്കിക്കോടാ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു കൊടുത്താ, ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. ചാക്കിൽ കൊണ്ടുകൊടുന്ന് കിടത്തിയിട്ട് ഈ പൊന്നിനെ ഇവർ രണ്ടുപേരുടെ കാവലിരുന്നിട്ട് ജോലി ചെയ്ത സമയങ്ങളുണ്ട്. സ്വന്തം ഒരു വീടെന്ന് പറയാൻ ഒരു വീടായി എന്നെ ജീവിക്കാൻ അനുവദിക്കും, അതുമില്ല. എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും മോളെ കെട്ടിച്ച് വിട്ടിട്ട് സമാധാനം ഉണ്ടാന്ന് വെച്ചാൽ അതുമില്ല. പക്ഷെ എന്തൊരു ജനം, എല്ലാവർക്കും കൊടുക്കണ ഒരു ഓസ്കാർ അവാർഡ്. എൻ്റെ നല്ല സബ്സ്ക്രൈബർ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉമ്മ വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പച്ചോളം വരെ ചില സമയങ്ങളിൽ കൊടുത്ത സമയമുണ്ട്. അതിനുവേണ്ടി എൻ്റെ കിടപ്പാടായി, വീടായി, എല്ലാം റാഹത്തായി. അൽഹംദുലില്ലാ, റബ്ബിനെ സ്തുതിക്കുന്നു. മരിച്ചുപോയ കുഞ്ഞിനെ എനിക്ക് വേണം, ഇവർക്കൊപ്പം എനിക്ക് സ്വർഗത്തിൽ കഴിയണം. അങ്ങനെ എന്നെ ഏറ്റെടുക്കാൻ ഒരാൾ വരെയാണെങ്കിൽ ഞാൻ പറയണം നിങ്ങളടുത്ത്, ഞാൻ ഇതുവരെ ആരടുത്തും പറഞ്ഞില്ല, അങ്ങനെ ഒരു ഏറ്റെടുക്കാൻ ഒരാൾ വരെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ എൻ്റെ ലൈഫ്. ഇന്ന് വരെ എൻ്റെ ലൈഫ് പറഞ്ഞിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത്. ഞാൻ എപ്പോഴും റബ്ബിലെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് പറയാണ്, ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കരുത്. എനിക്ക് 6 ലക്ഷങ്ങളൊന്നും അയച്ച് തരുന്നിട്ടില്ല. മക്കൾക്ക് ചിലപ്പോൾ 100, 200, 500 തരും. എൻ്റെ ജോലി നിർത്താറായി. ഞാൻ പുതിയൊരു ജോലി നോക്കണം. എൻ്റെ 2ാമത്തെ മോന് ബിഹേവിയറുള്ള മോനാ. നിങ്ങൾക്കറിയാമോ? ആരെങ്കിലും മുമ്പ് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ ഞാൻ എൻ്റെ കയ്യിൽ കൊരുത്ത് നടന്നിട്ടേ ഉള്ളൂ, ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലേ. കണ്ടല്ലോ, ആ മോളോട് ചോദിക്കുന്ന ചോദ്യം കാണുമ്പോൾ തന്നെ സങ്കടം വരും കേട്ടോ. കാരണം താൻ ആരെയാണ് ഉപ്പാന്ന് വിളിച്ചത്, താൻ ആരെയാണ് വാപ്പാന്ന് വിളിച്ചത്? 9 വയസ്സ് പ്രായം മോളോട് ചോദിക്കുമ്പോൾ ആ മോളെ മനസ്സ് എത്ര ഇടങ്ങാറാകുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. പക്ഷെ അവരെങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. അവർക്കൊരു വീടായി. ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബ്സും കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് വരുമാനവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും കണ്ണുകടിയും കാര്യങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വീടായി, ഒന്ന് തല ചായ്ക്കാൻ നല്ലൊരു വീടായി, വാടക കൊടുക്കാതെ താമസിക്കാൻ ഒരു വീടായി. ആ ഒരു കാരണം കൊണ്ടാണോ ഇപ്പോൾ ആൾക്കാർ അവൾക്കെതിരെ തിരിഞ്ഞിക്കണമെന്നാണ് എനിക്കറിയാത്തത് കേട്ടോ. കാരണം അവൾ കണ്ണീര് ഇത്രത്തോളം കരഞ്ഞ് പറഞ്ഞു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഈ നെജില. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനത്തെ ബാഡ് കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അതിപ്പോൾ നല്ല സംഭവമാണെന്നുണ്ടെങ്കിലും ആഘാതമാണെങ്കിലും അവർക്ക് ഒരേ ഫ്ലോ ആണ് ഈ ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക്. അവർക്ക് നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വീഡിയോസ് ഫുള്ള് കണ്ടിട്ടുണ്ടെന്നുണ്ടാവില്ല. ബാഡ് കമൻറ്റുകൾ ഇടുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരോട് സാഹചര്യം